The diameter of the moon is approximately 1/4 of the diameter of the earth. What fraction of the volume of the earth is the volume of the moon? അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ നമ്മൾ ഏരിയ വന്നപ്പോൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. ഇവിടെ വോളിയത്തിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ വോളിയത്തിന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡയമീറ്റർ ഓഫ് ദി മൂൺ ഈസ് അപ്രോക്സിമേറ്റ്ലി 1/4 ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി എർത്ത്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം എർത്തിന്റെ ഡയമീറ്റർ നമുക്ക് എഴുതാം. ദ ഡയമീറ്റർ ഓഫ് ദി എർത്ത് ബി D1 എന്ന് നമുക്ക് എടുക്കാം. ലെറ്റ് ദ ഡയമീറ്റർ ഓഫ് ദി എർത്ത് ബി D1. അങ്ങനെയാണെങ്കിൽ മൂണിന്റെ ഡയമീറ്റർ എന്തായിരിക്കും? ഡയമീറ്റർ ഓഫ് ദി മൂൺ ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞിട്ടുള്ളത്? ഡയമീറ്റർ ഓഫ് ദി മൂൺ ഈസ് 1/4, അപ്പൊ 1/4 ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി എർത്ത്. ഡയമീറ്റർ ഓഫ് ദി എർത്ത് എന്താണ്? D1 ആണ്. അപ്പൊ 1/4 D1. അപ്പോൾ എർത്തിന്റെ ഡയമീറ്റർ നമ്മൾ D1 എന്നെടുത്തു. മൂണിന്റെ ഡയമീറ്റർ, ദ ഡയമീറ്റർ ഓഫ് ദ മൂൺ ഈസ് 1/4 ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി എർത്ത്. അപ്പൊ 1/4 D1, ദാറ്റ് ഈസ് D1/4. അപ്പോൾ മൂണിന്റെയും എർത്തിന്റെയും ഡയമീറ്റർ നമുക്ക് കിട്ടി. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടത്? വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് റേഡിയസ് ആണ് വേണ്ടത്. അപ്പോൾ എർത്തിന്റെ റേഡിയസ് അപ്പോൾ എന്തായിരിക്കും? എർത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്റർ ബൈ 2, അതായത് D1/2. ഇനി മൂണിന്റെ റേഡിയസ് എന്തായിരിക്കും? മൂണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്റർ ബൈ 2, ദാറ്റ് ഈസ് D1/4 ഇൻറ്റു 2/1 എന്ന് ഇതിനെ എടുക്കാം. അപ്പോൾ ഇതിനെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/2. രണ്ട് ഫ്രാക്ഷന്റെ ഡിവിഷൻ ചെയ്യുന്നത് ആദ്യത്തെ ഫ്രാക്ഷൻ നമ്മൾ അതേപോലെ എഴുതും, രണ്ടാമത്തെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുക്കും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈൻ കൊടുത്തിട്ട് ഇസ് ഈക്വൽ ടു D1/8. അപ്പോൾ രണ്ടിന്റെ റേഡിയസും നമുക്ക് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ വോളിയം തമ്മിലുള്ള ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമുക്ക് എർത്തിന്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ദി എർത്ത് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി എർത്ത് ഈസ് നമുക്ക് V1 എന്ന് എടുക്കാം. ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? 4/3 πr³ ആണ് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷൻ എഴുതിയിട്ട് തന്നെ എഴുതാമേ. ഇവിടെ ഞാൻ രണ്ടിന്റെയും റേഡിയസ് ഉള്ളത് കൊണ്ട് ഒരു റേഡിയസിനെ ഞാൻ R1 എന്ന് എടുക്കുന്നു കേട്ടോ. ഇതിനെ ഞാൻ R1 എന്നും ഇതിനെ R2 എന്നും എടുക്കുന്നേ. അപ്പൊ R1³. എർത്തിന്റെ ആണ്, എർത്തിൻ്റെത് R1 ആണ്, R1³. ഇനി ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4/3 π നമ്മൾ അതേപോലെ തന്നെ എഴുതുക. ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ എളുപ്പമായിരിക്കും. ഇനി R എന്താണ്? D1/2 the whole cube is equal to 4/3 π D1³ ന്റെ ക്യൂബ് 8. ഇനി അടുത്തത് വോളിയം ഓഫ് ദി മൂൺ. ഇതിനെ ഞാൻ V2 എന്ന് എടുക്കുന്നു. is equal to 4/3 π R2³. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4/3 π R2 is D1/8 the whole cube is equal to 4/3 π D1³/8. 8ന്റെ ക്യൂബ് എന്താണ്? 8 8 are 64. 64 into 8 32. 48 plus 3 51. 512. അപ്പൊ രണ്ടിന്റെ വോളിയം നമുക്ക് കിട്ടി. എർത്തിന്റെ വോളിയം ഇതാണ്, മൂണിന്റെ വോളിയം ഇതാണ്. ഇനി ഇത് തമ്മിലുള്ള ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ റിക്വയർഡ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? V1/V2 is equal to V1 is 4/3 π D1³/8 divided by V2 is 4/3 π D1³/512. ഇവിടെ 4/3 പൈയും 4/3യും കൂടെ കട്ടായി is equal to D1³/8. രണ്ട് ഫ്രാക്ഷന്റെ ഡിവിഷൻ ആണ് ഇൻറ്റു. ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 512/D1³. D1³ ഉം കട്ടായിപ്പോവും.
512/8. 8 into 64. 8 into 64 ആണ് 512. അപ്പൊ ഇതും കൂടെ കട്ട് ചെയ്താൽ നമുക്കിവിടെ 64 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ V1/V2 എന്ന് പറയുന്നത് എന്ത് കിട്ടി? ഇത് 64/1. അപ്പോൾ V1/V2 is equal to 64/1 എന്ന് നമുക്ക് കിട്ടി. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി വോളിയം ഓഫ് ദി എർത്ത് ഈസ് ദ വോളിയം ഓഫ് ദി മൂൺ? വോളിയം ഓഫ് മൂണും വോളിയം ഓഫ് എർത്തും തമ്മിലുള്ള ഫ്രാക്ഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വോളിയം ഓഫ് മൂൺ എന്ന് പറയുന്നത് വോളിയം ഓഫ് എർത്തിൻ്റെ എത്ര ഭാഗമാണ് എന്ന് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് മൂൺ എന്ന് പറയുന്നത് V2 ആണ്. അപ്പോൾ നമുക്കിവിടെ V2 is equal to എന്നും പറഞ്ഞ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ എഴുതണം. അപ്പോൾ V2 is equal to എന്താവും? V1/64 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ വോളിയം ഓഫ് ദി മൂൺ ഈസ് 1/64 ഓഫ് ദി വോളിയം ഓഫ് ദി എർത്ത്. ഇനി ഒന്നുകൂടെ നമുക്ക് സിംപ്ലിഫൈ എഴുതിയാൽ V2 is equal to 1/64 V1. Hence, volume of the moon is 1/64 of the volume of the earth. വളരെ സിമ്പിൾ ആണ് കണ്ടുപിടിക്കാനായിട്ട്. ഇനിയുള്ള ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.